രണ്ടാം കല്യാണമാ. എന്നാലും മണിയറയിലേക്ക് പോകുമ്പം ഒരു ഗ്ലാസ് പാലും കൊണ്ട് പൊയ്ക്കോ. പിന്നെ ഞാൻ അമ്മായിയമ്മയായിട്ട് നിന്നല്ല പറയുന്നേ, അമ്മയായിട്ട് നിന്ന് പറയുക. ആദ്യത്തെ കൊച്ച് നല്ലൊരു കൊച്ചായിരുന്നു. ഇവന്റെ ദേഷ്യവും ഈ മൂക്കത്തെ ശുണ്ടിയും കാരണമാണ് അവള് അങ്ങ് പോയത്. അതിനകത്ത് രണ്ട് പിള്ളേരുണ്ട്. അവൻ അതുങ്ങളെ നോക്കത്തുമില്ല, എടുക്കത്തുമില്ല, ഒന്നുമില്ല. അവൾക്ക് ആ പെങ്കൊച്ച് അന്തസ്സുള്ള പെങ്കൊച്ചാണ്ട് അവിടെ മക്കളെയും കൊണ്ട് അവൾ അങ്ങ് പോയി. അവൾ അങ്ങ് ചെലവിനും കൊടുത്ത് ഇവ 5 പൈസ ചെലവിനും കൊടുക്കത്തില്ല. അതുകൊണ്ട് അവന്റെ മക്കൾക്ക് അവൻ 5 പൈസ കൊടുക്കാത്തതുകൊണ്ട് അതും കൂടി ചേർത്ത് നിനക്ക് മുഷ്ടാനോ നാണോ മാനോ ഇല്ലാതിരുന്ന് വെട്ടി വിഴുങ്ങാം. അവരെന്തോ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ നീ ഒന്നും ഒരു കാരണവശാലും നീ 5 പൈസ കൊടുക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അന്തസ്സല്ലയോ, അതൊക്കെ അന്തസ്സാ. സ്വന്തം ഒട്ടാക്കിയ മക്കൾക്ക് 5 പൈസ കൊടുക്കാൻ നിന്ന് സമ്മതിപ്പിക്കരുത് കേട്ടോ. നീ ആയിരിക്കണം ആ കേസും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടത്. അവൻ അങ്ങ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കേസും കാര്യങ്ങളും ഒക്കെ നീ മുൻകൈ എടുത്ത് നടത്തണം കേട്ടോ. അപ്പൊ നിന്റെ മോനെയും നിനക്ക് മറ്റേനകത്തുണ്ടായ മോനെയും വളർത്തണം. അവന്റെ മക്കൾ അനുഭവിക്കേണ്ടതേ നിന്റെ പിന്നെ ഒന്നാമത്തെ ഉണ്ടായ മോനും പിന്നെ നിന്റെ കുടുംബക്കാർക്കൊക്കെ കൊടുത്ത് നല്ല അന്തസ്സായിട്ട് നിനക്ക് ജീവിക്കാം ഇവിടെ നിന്ന്. അവനെ ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. അവൻ്റെ നിക്കർ ഉണങ്ങിയില്ലേ അവന് ദേഷ്യം, അവൻ്റെ പിന്നെ ചായക്കകത്ത് ഇച്ചിരി മധുരം കൂടിയ ദേഷ്യം, ഇച്ചിരി ചൂടുവെള്ളത്തിന് ഇച്ചിരി വെള്ളം ഇച്ചിരി കുറഞ്ഞ ദേഷ്യം, അങ്ങനെ മൂക്കത്ത് അവന് ചുണ്ടി. അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു കാരണവശാലും കൈയടത്തത്തില്ല. രണ്ടാം കല്യാണമാ, മൂന്നാമതൊരു കല്യാണത്തിന് പോവരുത്. അതുകൊണ്ടാണ് നിനക്കും ദോഷമാ അവനും ദോഷമാ. അതുകൊണ്ട് അവൻ പറയുന്നത് അങ്ങ് അനുസരിച്ച് അങ്ങ് നിന്നോണം കേട്ടോ. ചെന്നാട്ടെ മഹാറാണി, ചെന്നാട്ടെ. ഞാൻ ജീവിപ്പിക്കാടി നിന്നെ, ഞാൻ ജീവിപ്പിക്കാം. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേരജില കയറുവാ. വാ. ഒന്ന് വന്നേ. എന്താ അമ്മേ? ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിക്കേ, ഒരു കാര്യം പറയട്ടെ. മോനെ, ഞാൻ നിന്റെ അടുത്ത് കാലേ വീണ് കിടന്നു പറയുക, ഇതെങ്കിലും ബുദ്ധിപൂർവ്വം നീ ചെയ്യണം കേട്ടോ. ബുദ്ധിപൂർവ്വം. എന്തുവാ നല്ല ഇറക്കാം. രണ്ടാമത്തെ കല്യാണമാ, എല്ലാം ശരിയായ പിള്ളേരും പിറുങ്ങണിയൊന്നും ആവാൻ നിൽക്കരുത്. ഒന്നാമത് നിനക്ക് 2 മക്കളുണ്ട്, അത് വല്ലോടവും കിടന്ന് ജീവിക്കുന്നു. ഇനി ഇവിടെയും ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇതും ബന്ധം ഒഴിഞ്ഞിട്ട് പിന്നെ നാട് മൊത്തം പിള്ളേരെ ആക്കി. നാണക്കേടാന്ന്. ഇപ്പോഴേ എന്തിനാ ഈ മണിയറയിൽ കയറി കഥവടയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? 2ാം വിവാഹമാണെന്ന് ഓർക്കണം. എന്തൊക്കെയോ തള്ള കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിക്കും കേൾക്കുന്നില്ലല്ലോ. അവള് നിനക്ക് പറ്റിയതാണെ മാത്രം അങ്ങനത്തെ ജീവിതത്തിലേക്കൊക്കെ പോയാൽ മതി. അതുവരെ പിന്നെ അവളെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിവതും മാറി ജീവിക്കുക. മാറി വേറെ മുറി വേണേ അപ്പുറത്തെ മുറിയിലേക്ക് വിട്ടാലെന്താ നിനക്ക്? ഇതമ്മ ആദ്യം എനിക്ക് പറഞ്ഞു തന്ന ഉപദേശമല്ലേ, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇറക്ക, എന്നിട്ട് നീ വല്ലതും അനുസരിച്ചായിരുന്നോ? 2 പിള്ളേർ അനാഥരായിട്ട് കിടന്ന് വളരുന്നടാ. നിനക്ക് അമ്മയൊന്ന് പോയേ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. ഇവൻ്റെ അടുത്തൊക്കെ ആര് പറയാന്? നിൽക്കുമല്ലയോ. ഒരുത്തിയെ കണ്ടപ്പോഴത്തേന് അമ്മ കിടന്ന് കഷ്ടപ്പെട്ടേക്ക് അവനങ്ങ് മറന്നുപോയി. എന്തെങ്കിലും കാണിക്കട്ടെ അവനൊക്കെ. നീ കിടന്നുറങ്ങിക്കോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഞാൻ അപ്പുറത്തെ മുറി കാണും. എങ്ങോട്ടാ മോളെ ബാഗൊക്കെ പാക്ക് ചെയ്ത്? അമ്മേ, ഞങ്ങള് ഒരു ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്. അപ്പം ചേട്ടൻ ലീവ് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നാളെ പോവുമായിരിക്കും. അതിന് വേണ്ടിയിട്ട്. 2ാം വിവാഹം അല്ലേ മോളെ, അതിൻ്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ? ഹണിമൂണ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നിയമ്മേ, അതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തത്. അവനിങ്ങനെ ഹണിമൂണിനൊന്നും പോകത്തൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ പെങ്കൊച്ച് അത് വന്ന് കയറി ഈ വീട്ടിനകത്ത് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്ന്, അതിന് ഹണിമൂണിനും തേരാപ്പാരെ പോകണമെന്നൊന്നും അതിനില്ലായിരുന്നു ആഗ്രഹം. അവരങ്ങനെ അല്ലാത്തത് കൊണ്ടായിരിക്കും ചേട്ടന് ഇഷ്ടപ്പെടാഞ്ഞത്. എനിക്ക് ട്രിപ്പൊക്കെ ഇഷ്ടമാണ്, അത് ഞങ്ങൾ ആദ്യമേ സംസാരിച്ചതുമാണല്ലോ. എന്തുവിടെ ഒരു സംസാരം? അല്ല ചേട്ടാ, അമ്മ പറയുമോ ട്രിപ്പിന് പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം ഇതൊക്കെയെന്ന്. അപ്പം അമ്മ അറിയാതെ ഹണിമൂണിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് തുടങ്ങി. അല്ലമ്മ, അത് അങ്ങനെ അങ്ങ് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞോ ഹണിമൂണിന് പോവാന്ന്?
നീ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് എന്തെല്ലാം വർക്കുണ്ടെന്ന് നിനക്കറിയാവോ? ട്രിപ്പിന് എന്തായാലും പോണം. ഞാൻ പറയാം, പ്ലാൻ ചെയ്ത് പറയാം നിൻ്റെ അടുത്ത്. എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട് വേറെ. എന്നാ പിന്നെ നിങ്ങൾ എന്തോന്ന് വെച്ചാൽ തീരുമാനിക്കേ. നീ മറക്കണ്ട നിന്നെ ഞാൻ എങ്ങനാ വളർത്തിയെന്ന്. ഇവര് നിനക്ക് എന്തിൻ്റെ കേടാ? എന്തിനിപ്പം അമ്മയെടുത്ത് പറയാൻ പോയത്? നീ അമ്മ സമ്മതിക്കാതെ ഞാൻ വരുത്തില്ല. എന്തുവാ ഇത്? നിങ്ങളുടെ അമ്മ പറയുന്ന കേട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? ചുമ്മാ നല്ല ആദ്യത്തെ ഇങ്ങനെ പോയത്. മിണ്ടാടി. എൻ്റെ അമ്മ പറയുന്ന കേട്ടേ ഞാൻ ചെയ്യത്തോളൂ. അടങ്ങി ഒതുങ്ങി വേണം ഇവിടെ കിടന്നോ. ഏയ് വാ വാ മനോരഞ്ജിനി സുരാംഗിണി സൂപ്പർ സുരാസുന്ദ അരെ വാ 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 സൂപ്പർ സൂപ്പർ സുരാസുന്ദരി. എന്തുവാ ഇവിടെ തകൃതിയായിട്ടങ്ങ് ഉണ്ടാക്കുവാന്നല്ലോ. വല്ലതൊക്കെ വായിക്ക് വെച്ച് കൂട്ടാവോടി, നോക്കട്ടെ. ഓ ഭയങ്കര പുളിയും ഉപ്പും. എരിവാണെങ്കിൽ ഇല്ല. അതൊക്കെ പിന്നെ രാജശ്രീ. അതാര്? എൻ്റെ മോൻ്റെ ആദ്യത്തെ സംബന്ധമേ നല്ല ഒന്നാന്തരമായിട്ട് എരിയും പുളിയും ഉപ്പൊക്കെ പാകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. അതൊക്കെ ഒരു കഴിവ് തന്നെ ആയിരുന്നു അവിടെ. എന്നിട്ട് എന്തേ അങ്ങ് പോയി? ഒന്ന് നോക്കിയും കണ്ടും ചെയ്യാൻ പറഞ്ഞതാ. ചെറുക്കൻ വല്ലതും തിന്നണ്ടായോ? പണിക്ക് പോകുന്ന ചെറുക്കനില്ലയോ? അല്ലേ? ഓ ശരി അമ്മേ, ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. ഫസ്റ്റ് നൈറ്റ് ഒന്നും പറയണ്ടടി. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ആ പരട്ട കളവി സമ്മതിക്കത്തില്ല. ഫസ്റ്റ് നൈറ്റിന് ഞാൻ ആ തള്ളച്ചി ഉണ്ടല്ലോ ഞങ്ങളുടെ മുറിയിൽ വന്നിട്ട് കതവ് മുട്ടി മോനെ വെളിയിൽ ഇറക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ്. അങ്ങേര് അന്ന് അപ്പുറത്തെ റൂമിലാണ് പോയി കിടന്നുറങ്ങിയത്. ഞാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി. പിന്നെ കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തതാ ഒന്ന് ട്രിപ്പ് പോകണമെന്ന്, ഹണിമൂണിന് പോകണമെന്ന്. ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന കണ്ടപ്പോഴത്തേന് തള്ള വന്ന് അത് കലക്കി. എന്നെ വിളിക്കുന്നുണ്ട് തള്ളച്ചി. ഒടിഞ്ഞ തള്ളയെ കൊണ്ട് എനിക്ക് വയ്യ. ഞാൻ മടുത്തടി. പിന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാടി. ഇനി ഇതും കൂടി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി പറയത്തില്ലേ എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാന്ന്. ശരി നോക്കാം. ഓക്കെ എടി ശരി എന്നാ. സുധേ ആ വരുന്ന്. എന്തൊരു നഷ്ട മഴയാണോ ഇത്. എന്റെ കൃഷിയെല്ലാം നശിക്കുമോ എന്തോ. ആ മോളെ, അമ്മ മനസ്സിലായാ? അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലെ ആന്റി എല്ലാം നനഞ്ഞല്ലോ മോളെ. ആന്റി ഞാൻ കഷ്ടപ്പെട്ട് കഴുകിക്കൊണ്ടുവന്ന് ഇട്ടതായിരുന്നു. എന്തി അപ്പായമ്മ എന്തിയേ? അമ്മയുടെ താഴെ ഉണ്ട് വസന്തരമണനോ. ചേട്ടനാണെങ്കിലേ അമ്മയുടെ എന്തോ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയിക്കുവാ. 2-3 ദിവസം കഴിഞ്ഞ് വരുത്തോളെന്ന് പറഞ്ഞു. അവൻ പോവും, എനിക്കറിയാം. ഇതുപോലെ തന്നെയായിരുന്നു ആദ്യത്തെ പെൺകൊച്ചിനെ കൊണ്ടുവന്നപ്പോഴും. അടുക്കാൻ സമ്മതിക്കത്തില്ല ഈ അമ്മച്ചി. അയ്യോ ആ കൊച്ചിയർക്കൻ നല്ലൊരു കൊച്ചിയർക്കനാ. പക്ഷെ അവള് പറയുന്നതിൻ്റെ അപ്പുറം അടം വലം തിരിയത്തില്ല. മോൾ അവനെ അങ്ങനെ വിടല്ലേ കേട്ടാ. ഈ തള്ളച്ചിയുടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിന്നെ ഉപേക്ഷിക്കാൻ ഈ തള്ളച്ചി പറയിക്കും. അടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതാ അവിടെ സോക്കേട്. ഒരു കാരണവശാലും നിന്ന് കൊടുക്കരുത് കേട്ടാ. എങ്ങനെയെങ്കിലും അവനെ പിടിച്ചോ. സ്നേഹം കൊണ്ട് പറയുകയാണേ. എനിക്ക് കൊണ്ട് മോടെ കണക്കിനൊരു മോള്. അപ്പോൾ അമ്മക്ക് ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. അതുകൊണ്ട് പറയുന്നതാ കേട്ടോ. മോളൊന്നും വിചാരിക്കല്ലേ. അമ്മായിയമ്മ ആറ്റം ബോംബാ. ശരി അമ്മ, എനിക്കെല്ലാം മനസ്സിലായി. അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറി കൃഷി ഉണ്ട് കേട്ടോ. മഴ പെയ്തപ്പോൾ വന്ന് നോക്കിയതാ. കാറ്റടിച്ചങ്ങ് പോവും മോളെ. ഹലോ. ആ ചേട്ടൻ എങ്ങാണ്ട് പോയേക്കുവാടി. എന്തോ ചെയ്യാനടി, ആകെ ശോകമാണ്. ഈ തള്ള ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നടി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് പോവാൻ പോലും ഒരു സമ്മതിക്കത്തില്ല. ഞങ്ങൾ രണ്ടും കൂടി ഒന്നിച്ചിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ രണ്ടും കൂടി പിണ്ടുന്നതോ നോക്കുന്നതോ ഒന്നും. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. അപ്പം അവരടയ്ക്ക് വന്ന് കയറും. അമ്മ മോൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആ ഒരു ടൈപ്പും. ഞാൻ മടുത്ത് സത്യം പറഞ്ഞ. പിന്നെ അങ്ങനെ ഓർത്തിട്ടാ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കറിയത്തില്ല, ഒരു പെരട്ട കിളവി.